സർവശക്തനായ ദൈവത്തിന്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള ദൈവദാസന്മാർക്കും സുവിശേഷകരായ സഹോദരങ്ങൾക്കും ഇന്ന് സന്ധ്യാസമയത്തും ഇവിടെ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ രക്ഷകനും കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മനുഷ്യന്റെ ഈ ലോക ജീവിതം, അതിനുശേഷം സംഭവിക്കുന്ന മനുഷ്യന്റെ മരണം, മരണത്തിന് ശേഷമുള്ളതായ മരണാനന്തര അനുഭവങ്ങൾ, ഇപ്രകാരമുള്ളതായ വിഷയങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നുവല്ലോ. ധനവാന്റെയും ലാസറിന്റെയും ജീവചരിത്രം നാം ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നത് ധനവാന്റെ ഒരു 11 ഗുണഗണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അല്ലേ? അതിനുശേഷം ലാസറിന്റെ ഒരു 11 അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നിട്ട് ധനവാന്റെ ജീവിതത്തിലെ പോരായ്മകൾ, തകരാറുകൾ, അതും ഒരു 11 എണ്ണം ചിന്തിച്ച് തീർന്നു എന്ന എന്റെ ഓർമ്മ. അന്നുണ്ടായിരുന്ന നിങ്ങൾ എന്ത് പറയുന്നു? കഴിഞ്ഞ ക്ലാസ്സിന്റെ ദിവസം ഉണ്ടായിരുന്ന നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ഈ പറഞ്ഞെടുത്തോളം കാര്യങ്ങൾ തീർന്നു? സ്ഥലമാറ്റത്തിന്റെ സാധ്യത കിട്ടാതെ സുഖജീവിതത്തിന് ഉപയോഗിച്ചു. ആദ്യം ധനവാന്റെ ഗുണഗണങ്ങൾ പറഞ്ഞത് 11 നമ്മൾ പറഞ്ഞത്. രണ്ടാമത് ലാസറിന്റെ അവസ്ഥകൾ. ഈ ധനവാന്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം അംഗീകരിക്കുന്ന ഗുണഗണങ്ങളല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ അവനെ പാതാളത്തിലേക്ക് വിടാനായിട്ട് പറ്റുമായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന 11 ഗുണഗണങ്ങൾ. അതാണ് ധനവാന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത്. ലാസറിന്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ലാസറിന്റെ അവസ്ഥകൾ എന്ന് ഞാൻ പറഞ്ഞത്. ലാസറിന്റെ അവസ്ഥയിൽ ഒന്നാമത് ശരീരം മുഴുവൻ ആ ധനവാന്റെ പടിക്കൽ കിടന്നിടത്തോളം നാളുകൾ, മരണത്തിന്റെ സമയം വരെയും വ്രണങ്ങൾ നിറഞ്ഞ് കിടക്കുകയായിരുന്നു അല്ലേ? അതൊരു വലിയ ഗുണമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ലാസറിന്റെ ജീവിതത്തിലെ 11 അവസ്ഥകൾ എന്ന പേരിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ധനവാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിരിക്കുന്ന പോരായ്മയുടെ ചില അവസ്ഥകൾ, ആ വേദഭാഗത്ത് നിന്ന് ഇതെല്ലാം പറയുന്നു. നാം ചിന്തിക്കുന്ന വേദഭാഗത്ത് നിന്ന് 13 വാക്യങ്ങളിൽ നിന്നാണ് ഇതെല്ലാം പോയിന്റുകളായി തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത്, ആ ധനവാൻ തന്റെ ധനം വസ്ത്രധാരണത്തിനും ആഡംബരത്തിനും സുഖജീവിതത്തിനും വേണ്ടി മാത്രം ഏകദേശം വിനിയോഗിച്ചുകൊണ്ടിരുന്നു. 16-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 16:19. 2, ധനം ഭക്ഷണമേശയ്ക്കായി, അവന്റെ ധനത്തിൽ നല്ല ഒരു പങ്ക് അവന്റെ ഭക്ഷണമേശയ്ക്കായി അവൻ വിനിയോഗിച്ചുകൊണ്ടിരുന്നു. 16:21. ഇതൊക്കെ അവന് ഉള്ള ധനവും മറ്റാർക്കും ആ ധനത്തോട് ബന്ധമില്ലാത്തതും അവന് സ്വാതന്ത്ര്യമുള്ള കാര്യമാണെങ്കിലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊന്നും അത്രയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 3, ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും അവന്റെ മതവിധി പ്രകാരം ധാരാളം പണം അവൻ ചെലവഴിച്ചു. ഇതാണ് അവന്റെ 3-ാമത്തെ കാര്യം. 4, പക്ഷേ പാതാളത്തിന്റെ അടിയിൽ യാതനകളുടെ ദണ്ഡനങ്ങളുടെ സ്ഥലത്ത് അപ്പോൾ മരിച്ചിട്ട് ഉടനെ തന്നെ അവന്റെ ആത്മാവ് ചെന്ന് ചേരുകയും അവിടെ നിത്യമായി യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പൊ 4 ഇതാണോ പറഞ്ഞത്? പിന്നെ നിങ്ങൾ പറഞ്ഞതിനകത്ത് വന്നില്ലല്ലോ. നമ്മളെല്ലാവരും തമ്മിൽ ഇങ്ങനെ വൈരുദ്ധ്യം വന്നു തന്നെയാണ്. 5-ാമത് എന്റെ നോട്ടില് കാണുവാനും പറവാനും അനുഭവിപ്പാനും
അപേക്ഷിപ്പാനും തക്കവണ്ണം അവൻ പാതാളത്തിലാണെങ്കിലും അവൻ സജീവ അവസ്ഥയിലായിരുന്നു. അത് വന്നില്ല. അത് ആരംഭിച്ചു. അപകടം പൂർത്തീകരിച്ചില്ല. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാ. ഞാൻ ആ നോട്ടിൽ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞതാ. അത് നമുക്കറിയാമല്ലേ, പാതാളത്തിലേക്ക് പോകുന്നവരും സജീവ അവസ്ഥയിലാണ്, അബ്രാഹാമിന്റെ മടിയിലേക്ക് പർദീസായിലേക്ക് പോകുന്നവരും സജീവ അവസ്ഥയിലാണ്. ഇനി ഇതിന് ശേഷം നിത്യമായ ന്യായവിധിക്ക് ശേഷം നിത്യമായ പ്രതിഫലം പ്രാപിക്കുമ്പോഴും പാതാളത്തിൽ കിടക്കുന്നവൻ നിത്യ നരകത്തിലേക്ക് മാറുമ്പോഴും പർദീസായിൽ ഇരിക്കുന്നവൻ നിത്യ സ്വർഗത്തിലേക്ക് മാറുമ്പോഴും അപ്പോഴും എങ്ങനെ തന്നെയാണ്? സജീവമായ അവസ്ഥയിൽ തന്നെയാണ്. ആ സജീവത്വം വർദ്ധിച്ചു വരുന്നതല്ലാതെ ആ സജീവത്വം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഞ്ചാമത്തെ പോയിന്റ്, കാണുവാൻ കഴിയുന്നുണ്ട്, പറവാൻ കഴിയുന്നുണ്ട്, അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്, അപേക്ഷിപ്പാൻ കഴിയുന്നുണ്ട്. അപ്രകാരമുള്ള അവസ്ഥാന്തരങ്ങളിൽ വളരെ ജീവനോടെ സജീവമായ അവസ്ഥയിൽ അവൻ പാതാളത്തിൽ തന്നെയാണ്. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം? ഒന്നാമത് മരിക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല, തീർന്നു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ തന്നെ ഒരു വാക്യം ഇപ്രകാരമുണ്ട്: മരിച്ചവരും അവധിയിൽ ഇറങ്ങുന്നവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ ഇന്ന് മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇത് വെറും സ്വസ്ഥതയാണ്, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്വസ്ഥതയിലാണ്, നിദ്രയിലാണ് എന്ന് പറയുന്നു. നാം നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ മിക്കവാറും കാര്യങ്ങൾ വലുത് നമ്മൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ നിദ്രയിലാണ്, മരണം ഒരു നിദ്രയാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒന്നും അറിയുന്നില്ല, വെറും നിത്യമായ ഒരു റെസ്റ്റ്. നമ്മളൊരു രാത്രി ഉറങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും അറിയുന്നില്ലെങ്കിൽ വർഷങ്ങളായി മരിച്ച ആളുകൾ ഇങ്ങനെ ദീർഘമായ നിദ്രയിലായിരിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞു, പാതാളത്തിലേക്ക് പോയാലും ശരി, മരിച്ചിട്ട് പർദീസായിലേക്ക് പോയാലും ശരി, അവർ കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്, അവരറിയുന്നുണ്ട്, അവരപേക്ഷിക്കുന്നുണ്ട്, അവർ യാചിക്കുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇത്രത്തോളം കാര്യങ്ങൾ ഉണ്ട്. അപ്രകാരമുള്ള സജീവമായ ഒരു അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആറാമത്തത്, ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ അവന്റെ മതാത്മകമായ അനുഗ്രഹങ്ങളും ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ മേല, അവന്റെ മതാത്മകമായ അനുഗ്രഹങ്ങളും എല്ലാവരുടെയും അവരുടെ മതപരമായ അനുഗ്രഹങ്ങൾക്ക് എന്തെന്നാ പറയുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആത്മീക അനുഗ്രഹങ്ങൾ എന്നാ പറയുന്നത്. പക്ഷേ അത് അപ്രകാരം ദൈവം അംഗീകരിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവന്റെ മതപരമായ അനുഗ്രഹങ്ങളും നന്മയും മാത്രം പ്രാപിച്ച ഒരു മനുഷ്യനാണ്. അവന്റെ ആയുസ്സിൽ അത് അബ്രാഹാം പറഞ്ഞല്ലോ, മകനെ നീ നിന്റെ ആയുസ്സിൽ നന്മ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഈ ലാസർ അവന്റെ ആയുസ്സിൽ തിന്മ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നീ അവിടെ തിന്മ അനുഭവിക്കുന്നു, ഇവൻ ഇവിടെ നന്മ അനുഭവിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ധനവാന്റെ ജീവിതത്തിൽ മതാത്മകമായ അനുഗ്രഹങ്ങളും എല്ലാവിധമായ ഭൗതിക നന്മകളും മാത്രം അനുഭവിച്ചവനാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അപ്പൊ അവരും വിചാരിച്ചത്, ഈ ലോകത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നന്മയുമാണെങ്കിൽ ഞാനങ്ങ് മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളായി അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ അനുഭവിക്കുന്ന നന്മ അവൻ വിഭാവന ചെയ്തതാണ്. പക്ഷെ അത് നടന്നോ? അത് നടന്നില്ല. അടുത്തത് ഏഴാമത്തതാണ്, സ്ഥലം മാറ്റത്തിന് സാധ്യതയില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ആണെങ്കിലും, കാണുന്നുണ്ടെങ്കിലും, കേൾക്കുന്നുണ്ടെങ്കിലും, അനുഭവിക്കുന്നുണ്ടെങ്കിലും, അപേക്ഷിക്കുന്നുണ്ടെങ്കിലും, ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, പലതുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു സ്ഥലമാറ്റം അവൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പിന്നീട് പാതാളത്തിൽ വെച്ച് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് മടിക്കുന്നതല്ലാതെ, അപേക്ഷിച്ച് മടിക്കുന്നതല്ലാതെ, ആഗ്രഹിച്ച് മടിക്കുന്നതല്ലാതെ, കണ്ട് മടിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ അവൻ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവന്റെ കാര്യം തീർത്തും പോയതാ. അതുകൊണ്ടാ ഇനി ഒരു സ്ഥലം മാറ്റത്തിനോ അബ്രാഹാം പറഞ്ഞു, മകനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. നീ ഒരു 15 മിനിറ്റ് സമയം ആഗ്രഹിക്കുന്ന
ലാസർ അങ്ങോട്ട് വന്നിട്ട് വെള്ളം തൊട്ട് തരാനും ഒന്ന് സംസാരിക്കാനും. അപ്പൊ അതിന് സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട്, എന്നാൽ എന്നെ അങ്ങോട്ട് വിളിക്ക്, അവിടെ വന്ന് ഒരു 15 മിനിറ്റ് കൂട്ടായ്മ കൂടി എന്നെ ഇങ്ങോട്ട് വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും മാറ്റാൻ സാധ്യമല്ല, കടന്നു വരാൻ സാധ്യമല്ലാത്ത ഒരു വലിയ പിളർപ്പ് ഈ ലാസർ ഉണ്ടാക്കിയതുമല്ല, ഞാൻ ഉണ്ടാക്കിയതുമല്ല, അത് ഉടയതമ്പുരാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ആത്മലോകത്തിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥലം മാറ്റത്തിന് യാതൊരു വിധമായ അനുഭവ മാറ്റത്തിന് യാതൊരു വിധമായ സാധ്യതയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇത് എന്റെ നോട്ടിൽ 7ാമത്തെ പോയിന്റ്. നിങ്ങൾ എത്രയായി? 7 8. അസ്വാഭാവികമായ രീതിയിൽ മാനസാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്ന മാർഗത്തിലൂടെ അല്ലാതെ, എന്താ പറയുന്നത്, സ്വാഭാവികമായ മാർഗത്തിലൂടെ അല്ലാതെ സ്വാഭാവികമല്ലാത്ത ഒരു മാർഗത്തിലൂടെ, അതായത് ഏത് മനുഷ്യനും തലക്കുറിച്ച് സമ്മതിക്കുന്ന ഒരു ഭയങ്കരമായ അത്ഭുതത്തിലൂടെ എന്റെ സഹോദരങ്ങളെ ഒന്ന് മാനസാന്തരപ്പെടുത്തുന്നത് എന്നാ പറയുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യണം? ഈ മരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നേരെ എവിടെ നിന്ന് എങ്ങോട്ട് അയക്കണം? ഭൂമിയിലേക്ക്. ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരന്മാർ വസിക്കുന്ന ആ നാട്ടിലേക്ക് അയക്കണം. എന്നിട്ട് 5 പേരെയും മാനസാന്തരപ്പെടുത്തണം. അവൻ സത്യമല്ലേ പറയുന്നത്, അവന്റെ അവസ്ഥ പറയണം, എന്റെ അവസ്ഥയും പറയണം. ഈ ചേട്ടൻ കാർന്നൂര് ശരിക്കും നരകത്തിൽ കിടന്ന് വിഷമിക്കുകയാണ്, ഞാനിത് കണ്ടതാ, എന്നിട്ട് നിന്റെ ചേട്ടന്റെ അപേക്ഷ കാരണം അബ്രാഹാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ എന്റെ സഹോദരന്മാരെ മാനസാന്തരപ്പെടും. അതാ പറയുന്നത്. ഇങ്ങനെ എന്തോരം പേര് ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? ഇത് കർത്താവിന്റെ ക്രൂശുമരണം മുതൽ വിളിച്ചു പറയുന്നത്, ദൈവപുത്രനാണെങ്കിൽ ആണിയും മൂരി ഇറങ്ങി വാ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? നിന്നെ വിശ്വസിക്കും. അതൊന്നും നടക്കില്ല. ഇതിലപ്പുറം ചെയ്താലും ഇവര് വിശ്വസിക്കത്തില്ല. അപ്പോൾ അബ്രാഹാം പറഞ്ഞത്, അവർക്ക് വേണ്ടിയിട്ട് നിന്റെ കൂട്ടക്കാർക്ക് വേണ്ടിയിട്ട് മോശയെയും പ്രവാചകന്മാരെയും ദൈവം അവിടെ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവര് പറയുന്ന വാക്ക് കേൾക്കാത്തവൻ ഇനി മരിച്ചിട്ട് ഒരുത്തൻ ചെന്നാലും, സാക്ഷാൽ യേശുക്രിസ്തു ചെന്നാലും എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അസ്വാഭാവികമായ അവസ്ഥകളൊന്നുമില്ല. ഒന്നാമത് എന്റെ പ്രിയ സഹോദരങ്ങളെ, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നാം കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദാനമത്രയാകുന്നു. ഈ ലോകത്തിൽ വലിയവരും ചെറിയവരും, പണമുള്ളവരും ഇല്ലാത്തവരും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, ബുദ്ധി കൂടിയവനും കുറഞ്ഞവരും, യജമാനും തൊഴിലാളിക്കും, ദാസനും യജമാനും, മുതലാളിക്കും തൊഴിലാളിക്കും, വെളുത്തവനും കറുത്തവനും, യഹൂദനും യവനും, സ്ത്രീക്കും പുരുഷനും എന്നു വേണ്ട എല്ലാവരും ഒരുമിച്ച് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാവർക്കും എന്താ പറയുന്നത്, യോജ്യമായ ഒരു മാർഗമാണ് ദൈവം തമ്പുരാൻ കൃപയാൽ ദൈവസ്നേഹത്താൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ബാക്കി എല്ലാത്തിനും അവസ്ഥ വ്യത്യാസങ്ങൾ. പക്ഷേ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാൻ യാതൊരു വിധമായിട്ടുള്ള അപാകതകളും ആർക്കും വെച്ചിട്ടില്ല. ഏറ്റക്കുറച്ചിലുകളൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പണം കൊടുത്ത് വാങ്ങാവുന്ന ഒന്നായിരുന്നു എങ്കിൽ ആർക്കേ സാധ്യമായിരുന്നു രക്ഷ? പണക്കാരന്. ബുദ്ധിമാന്മാർക്ക് മാത്രം എത്തിപ്പിടിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ ആര് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ? ബുദ്ധിമാന്മാരെ എത്തിപ്പിടിക്കത്തുള്ളൂ. ശാരീരിക ശക്തിയുള്ളവർക്കാണെങ്കിൽ ശാരീരത്തിന് വില കുറഞ്ഞവർക്ക് അത് സാധ്യമല്ലാതെ വന്നേനെ. ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞു നോക്ക്, അതിനെല്ലാം അതീതമായി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ഓമനകുമാരനെ പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി തകർത്ത് നൽകുവാൻ തക്കവണ്ണം അവൻ ഈ പാപികളായ മനുഷ്യവർഗത്തെ ഒന്നടങ്കം സ്നേഹിച്ചു എന്നത്ര യോഹന്നാൻ 3:16 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത ഒരു മാർഗം വെച്ചിട്ടാ എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയാത്തത് ദൈവമേ എന്ന് ന്യായവിധിയിൽ ഈ ലോകത്തിൽ ഒരു ചുടുകുഞ്ഞിന് പോലും പറയാൻ കഴിയാത്തവണ്ണം വളരെ ലളിതമായ ഒരു മാർഗമാണ്. വളരെ ലളിതമായ ഒരു മാർഗം. നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി എന്റെ മകൻ മരിച്ചു. നീ ഏൽക്കേണ്ട ശിക്ഷ നിനക്ക് പകരമായി എന്റെ മകൻ ഏറ്റു.
നീ പോകേണ്ട പാതാളത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ എന്റെ ഏകജാതൻ ഇപ്രകാരം കാൽവറിയിൽ മരിച്ചു. അവന്റെ ജീവൻ നിനക്ക് തരാനായി അവന്റെ ജീവൻ അടങ്ങിയിരുന്ന രക്തത്തിന്റെ അവസാന തുള്ളി വരെയും ഒരകൃത്യയാഗമായി ആ കാൽവറി ക്രൂശിൽ ആയി നിനക്ക് വേണ്ടി രക്തം തന്ന് പാപപരിഹാര യാഗം വരുത്തി. അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് പകരം നിന്റെ പാപക്കടം കൊടുത്തു തീർത്ത എന്റെ മകനെ നീ നിന്റെ രക്ഷകനും കർത്താവും ദൈവവുമായിട്ടൊന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. മനസ്സുകൊണ്ട് ഓക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഹൃദയം ഒന്ന് സമ്മതിച്ചാൽ മതി. ആ മനുഷ്യന് നരകശിക്ഷാവിധിയിൽ നിന്ന് എന്നേക്കും വിടിവിക്കപ്പെട്ട് ദൈവത്തിന്റെ മകനായി നിത്യരാജ്യത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു ചെറിയ ലളിതമായ ഒരു മാർഗം ഇതല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുത്തൻ നരകത്തിൽ പോയാൽ അത് അവൻ്റെതായ തന്നെ കുറ്റമാണ്. ഞാൻ ഇന്നാളൊരിക്കൽ പറഞ്ഞു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അന്ന് മുതൽ ഇനി ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നത് പാപം ചെയ്തിട്ടല്ല, പാപത്തിന്റെ വൈകരുത്ത നിമിത്തവുമല്ല, പിന്നെയോ അവന്റെ പാപത്തിന് പകരക്കാരനായി അവന് വേണ്ടി ശിക്ഷയേറ്റ യേശുവിനെ അംഗീകരിക്കാതിരുന്ന ഏക കാരണത്താൽ മാത്രമേ ഇനി നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഒരു മനുഷ്യന്റെ പാപം എത്ര കഠിനമായിരുന്നാലും വരുവി പ്രവാചകനെ വിളിച്ചു പറയുക, യശയ്യ പ്രവാചകൻ വരുവി നമുക്ക് തമ്മിൽ വാദിക്കാം. ഒരു നിന്റെ പാപം എത്ര കഠിനമായിരുന്നാലും രക്താപരം ചുമന്നിരുന്നാലും ഞാനതിനെ ഹിമം പോലെയാക്കാം, പഞ്ഞു പോലെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ പാപത്തെ വെളുപ്പിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അസ്വാഭാവികമായ രീതിയിൽ ആരുടെയും മാനസാന്തരം നടക്കുകയില്ല. ദൈവം വച്ചിരിക്കുന്നതായ ഒരൊറ്റ മാർഗം, അതെന്താണ്? തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടെ മാത്രം. അതുകൊണ്ട് ആ പത്രോസ് പരിശുദ്ധാത്മ നിറവുള്ളവനായിട്ട് ആ യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞത് മറ്റൊരിടത്തുള്ള രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യഹൂദന്മാരുടെ പ്രമാണിമാരോട് വിളിച്ചു പറഞ്ഞത് മഹാപുരോഹിതൻ മുതൽ ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും പുരോഹിതവർഗത്തോടും അന്ന് നിങ്ങൾ മരത്തെ തൂക്കിക്കൊണ്ട നസറായിരിക്കുന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ച് അവനെ ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ സഭയൊക്കെ നിശ്ചയമായി ഇപ്പോൾ അറിഞ്ഞുകൊള്ളട്ടെ. അത് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയാണോ, എന്നാൽ അബദ്ധം പറ്റിയത് മൂന്നി വരാം 3000 പേരെ അനുദരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന്. അയാൾ വേറെ ഒരു കാര്യവും പറഞ്ഞിട്ട്, അതുകൊണ്ട് അസ്വാഭാവികമായ നിലയിൽ ആരും രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഈ ലോകത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ, സാമുദായികത്തിൽ, എല്ലാ മണ്ഡലത്തിലും കാര്യപ്രാപ്തിയുള്ളവൻ കാര്യം കണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ, അല്ലേ? പക്ഷേ രക്ഷ അതുമാത്രം നടക്കത്തില്ല. അതുകൊണ്ട് അസ്വാഭാവികമായ ഒരു രീതിയിൽ മാനസാന്തരത്തിന് ആരാഗ്രഹിച്ചാലും നടക്കത്തില്ല. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ടല്ലോ, അരാം രാജ്യത്തിലെ കമാൻഡറായിരിക്കുന്ന നയമാൻ, അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പരാക്രമശാലിയെങ്കിലും അവൻ ഒരു രാജ്യത്തിലെ സുപ്രീം കമാൻഡറാണ്, സേനയുടെ അധിപനാണ്, കമാൻഡറാ. പക്ഷെ അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായി. ഏത് മനുഷ്യനും നീ എന്തായിരുന്നു പറഞ്ഞാലും എന്റെ സ്വർഗസ്ഥ ദൈവം അതിന്റെ ഇച്ചിരി കഴിയുമ്പോൾ എങ്കിലും നീ ഇന്ന പോലെയല്ലേ എന്ന് ചോദിക്കും. അത് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. അവൻ പരാക്രമശാലിയെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവന്റെ കുഷ്ഠം മാറ്റാൻ അരാം രാജ്യത്ത് ആരുമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടി, വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം ഇസ്രായേലിൽ കുഷ്ഠരോഗമല്ല ഏത് രോഗവും മാറ്റാൻ കഴിയുന്ന ഒരു വലിയ പ്രവാചകനുണ്ട് എന്നുള്ള വിവരം ആ നയമാന്റെ ഭാര്യയോട് പറഞ്ഞിട്ട്, ഭാര്യ പറഞ്ഞ അതിനെ എല്ലാം ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചു, മരുന്നുകൾ ഉപേക്ഷിച്ചു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തും ചെയ്യാൻ രാജാവിന്റെ മനസ്സ്, കാരണം തന്നെ കമാൻഡർ ആണല്ലോ, അല്ലേ? കമാൻഡർ ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാ നിർബന്ധത്തിന്റെ പേരിൽ വഴങ്ങിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തിലെ പ്രവാചകന്റെ അടുക്കിലേക്ക് പരിവാര സമേതം കടന്നു വരുന്നപ്പോൾ അവന് ഒത്തിരി ഭാവനയുണ്ട്. രാജാവ് ഒരു എഴുത്തുമെഴുതി കൊടുത്തു, ഈ വരുന്ന നയമാൻ എന്റെ കമാൻഡറായ രാജ്യത്തിലെ കുഷ്ഠരോഗക്കാരനൊന്ന് നിവൃത്തിയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ കുഷ്ഠരോഗം ഒന്ന് മാറ്റി കൊടുക്കണം. പക്ഷെ ഒരു തകരാറ്, രാജാവ് കത്തെഴുതിയപ്പോൾ ആർക്കാ എഴുതിയത്? ഇസ്രായേൽ രാജ്യത്തിലെ രാജാവിനെ കത്തെഴുതി.
രാജാവ് പിന്നെ രാജാവിനല്ലാതെ ആ സ്റ്റാറ്റസിൽ പക്ഷേ രാജാവാണ് കുഷ്ഠരോഗം മാറ്റുന്നവർ അല്ല. ഒരു പാവപ്പെട്ട ഏത് പ്രവാചകനാണ്? ഏലീശ പ്രവാചകൻ. അവരെ കുഷ്ഠരോഗം മാറ്റാൻ പറ്റുള്ളൂ. രാജാവെ നിനക്ക് കുഷ്ഠരോഗം വന്നാലും മാറ്റാൻ പറ്റുന്നവനാണ് അവിടെ ഇരിക്കുന്ന അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇല്ലാത്ത പ്രശ്നമായി. നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. പെട്ടെന്ന് ഏലീശായുടെ അടുക്കിലേക്ക് ഇവന് വന്ന രാജവസ്ത്രമെല്ലാം കീറി അവൻ ഒരു മെന്റൽ പോലെയായി അവനെ ഓടിപ്പാഞ്ഞ് നടക്കുക രാജാവ്. എന്നിട്ട് അയാൾ വിളിച്ചു പറയുക, ഇത് കുഷ്ഠരോഗം മാറ്റാൻ കമാൻഡറുടെ കാര്യം പറഞ്ഞു വിട്ടതല്ല, എന്നോട് യുദ്ധം ചെയ്യാൻ കാരണമുണ്ടാക്കി ഈ രാജ്യം പിടിച്ചെടുക്കാനായിട്ടുള്ള അവൻ്റെ ഒരു തന്ത്രമാണ്. അവനെ പേടിച്ച് ഓടി നടക്കുമ്പോൾ ആരോ പറഞ്ഞു, രാജാവ് വസ്ത്രവും കീറി, രാജവസ്ത്രവും കീറി അതിലെ ഒരു ഭ്രാന്തനെ പോലെ നടപ്പുണ്ട് എല്ലാണ്ട് പറഞ്ഞ്. അപ്പോഴാ പറഞ്ഞത്, കാര്യം നോക്കുമ്പോൾ ഇതാ എടോ തനിക്കെന്താ അറിയാൻ പറ്റാത്ത ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. അവൻ ഇങ്ങോട്ട് പറഞ്ഞു കുഷ്ഠരോഗം മാറ്റാൻ അങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവന്റെ മനസ്സിലെ ഭാവന, ഞാനങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ പ്രവാചകൻ എന്ന് പറയുന്ന ആള് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എന്നെ ക്ഷയിക്കാനും ചെയ്ത് സ്നേഹബഹുമാന ആദരവുകളിലൂടെ സ്വീകരിച്ച് അയാൾ മുമ്പിലും ഞാൻ പുറകിലുമായി എൻ്റെ കയ്യെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തുകയും കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി കുടിക്കാനും ഒക്കെ തന്ന് അങ്ങനെ പിന്നെ എഴുന്നേറ്റ് ഒരു കുശലം മാറ്റുന്ന ഒരു വലിയ ശുശ്രൂഷ നടക്കും. അതവിടെ വായിച്ചാൽ നിങ്ങൾക്കറിയാം. എൻ്റെ വെളിയിൽ ഇറങ്ങി നിർത്തിയിട്ട് കൈയൊക്കെ ഇങ്ങനെ മുക്കി പിടിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ദേശത്തിന് മുകളിലേക്ക് ആട്ടി അവരുടെ തലയുടെ മുകളിലൊക്കെ ഒന്ന് ആട്ടി കറക്കി അങ്ങനെ ഇപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ കുഷ്ഠരോഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മാന്യതയ്ക്ക് തക്കവണ്ണം ഒരു ശുശ്രൂഷ ചെയ്ത് കുഷ്ഠരോഗം മാറ്റുമെന്ന ആരുടെ മനസ്സിലിരിക്കുന്നത്. ഇതുപോലെ അതിൻ്റെ രക്ഷയുടെ കാര്യവും എല്ലാത്തിൻ്റെ കാര്യവും എൻ്റെ അവസ്ഥയോ അതിന് തക്കവണ്ണം ആര് കീഴോട്ട് വരണം? കൊടയതമ്പുരാൻ കീഴോട്ട് വരണം, അല്ലെങ്കിൽ ദൈവദാസന്മാർ കീഴോട്ട് വരണം. ഒരു കീഴോട്ടും വരില്ല, അവിടെ എങ്ങനെ ഇരിക്കൂ. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതാരാ വരുന്നേ എന്ന് ചോദിച്ചു. അരാം രാജ്യത്തിലെ രാജാവിൻ്റെ സേനാനായകനായിരിക്കുന്ന നയമാൻ കുഷ്ഠരോഗം മാറ്റണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, അവനോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവനിങ്ങോട്ട് പോകുന്നപ്പോൾ യോർദാൻ നദി കടന്നല്ലേ ഇങ്ങോട്ട് പോകുന്നത്, തിരിച്ചങ്ങോട്ട് പോകാൻ നദി കണ്ടല്ലോ, അതിനകത്തിറങ്ങി 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട. അവൻ്റെ കോമ്പൗണ്ട് വരെ കയറ്റിയില്ല. ഏലീശായുടെ കോമ്പൗണ്ടിലേക്ക് വരെ അടുപ്പിച്ചോ. ഇതൊരു വല്ലാത്ത ഷോക്കായി. നമുക്കാണെങ്കിലോ അതിന് ഷോക്ക് ഷോക്കായി പോയി. അവൻ ക്രൂദ്ധിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോയി. കൂടെയുണ്ടായിരുന്ന പരിവാരങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മുഖാന്തരം അവൻ സമ്മതിച്ചു. അവൻ ഇത്ര ചോദിച്ചോളൂ, പ്രവാചകൻ എന്താ പറഞ്ഞേ? ഒരു വലിയ ഇന്നടത്തോളം പൊക്കവും വണ്ണവും ഉള്ള ഒരു മനുഷ്യനെ തങ്കം കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കി അവന്റെ പ്രവാചകന്റെ പാദപീഠത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഒന്നാരണം ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതിനുള്ള വലിയ സാധനമൊക്കെ അല്ലേ നമ്മളിന്ന് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നാ പിന്നെ ആ പ്രവാചകൻ പറയുന്ന അതുകൂട്ട് കാര്യത്തിനും ആ പ്രവാചകൻ പറയുന്ന ഈ നിസ്സാര കാര്യത്തിനും ഒരേ വെയിറ്റല്ലേ ഉള്ളത്? ഇത് ഒരുത്തനല്ലേ സംസാരിക്കുന്നത്, ഒരുത്തന്റെ നാക്കല്ലേ അരളി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ പറയുന്ന വലിയ കാര്യം നീ അംഗീകരിക്കും, എന്നാൽ അവൻ പറഞ്ഞ ചെറിയ കാര്യം എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? അപ്പോഴാ ഒരു ബോധമല്ല, അത് അല്ലെങ്കിൽ ശരിയാണ്. ഏതാ മുങ്ങി? എത്ര പ്രാവശ്യം മുങ്ങി? ആരും മുങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല. അവർ ദേഷ്യം വന്നു തുടങ്ങിയിട്ട് ഒന്നോടെ ഉള്ളൂ. ഇനി മുങ്ങിയിട്ട് കുഷ്ഠരോഗം മാറിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുക? 7ാമത്തെ മുങ്ങലിൽ എന്ത് സംഭവിച്ചു? കുഷ്ഠരോഗം മാറി. ഞാൻ പറഞ്ഞത് നയവാനെ, നിന്റെ ആ അവസ്ഥ അനുസരിച്ച് ആരും ശുശ്രൂഷ ചെയ്ത് നിന്റെ കുഷ്ഠരോഗം മാറ്റത്തില്ല. പാതാളത്തിൽ കിടക്കുന്ന ധനവാനെ ഈ അസ്വാഭാവികമായ രീതിയിൽ നിന്റെ ചേട്ടന്മാർ നിന്റെ സഹോദരന്മാരെ മാനസാന്തരപ്പെടുത്തുവാൻ ഇനി ഒരു സ്പെഷ്യൽ രീതി ഒന്നും സ്വർഗത്തിലെ ദൈവം അവലംബിക്കുകയില്ല. വേണമെങ്കിൽ മോശ പറയുന്നത് കേൾക്കാം, മോശയുടെ കീഴിലുള്ള പ്രവാചക ഗണം പറയുന്നത് കേൾക്കാം. അതാ നിന്റെ ആത്മരക്ഷയ്ക്കുള്ള മാർഗം. നീ അത് ഒഴിവായി പോന്നവരല്ലേ, വേണമെങ്കിൽ അവരത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? പിന്നെ അമ്മമാർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. എവിടെ തന്നെ വന്നു കൂടിയിട്ടുണ്ട്. ഇവരുടെ കൂടെ തന്നെ ഏതാണെങ്കിലും ഒന്നിച്ച് ജനിച്ച് പറഞ്ഞെങ്കിൽ പോകുന്നതല്ലേ, അവരവിടെ ഒന്നിച്ച് കിടക്കട്ടെ. അതാണല്ലോ പറയുന്നത്. എൻ്റെ അപ്പൻ്റെ അരിഞ്ഞ ഒരു കൊച്ചപ്പനോട് ആരാണ് സുവിശേഷം പറഞ്ഞപ്പോൾ പറയുക, എൻ്റെ അപ്പം മരിച്ചു കിടക്കുന്നിടത്തും എൻ്റെ ചേട്ടന്മാർ അവർ5 പേര് എല്ലാവരും മരിച്ചു കിടക്കുന്നിടത്തും ദുർഗായാലും നരകായാലും കൂടുതൽ മാനസാന്തരപ്പെടുന്നതിന് പോരട്ടെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ കിടക്കുള്ളൂ. ഇവരെല്ലാം ഒന്നിച്ചല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് അസ്വാഭാവികമായ രീതിയിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത്
പാതാളത്തിൽ നിന്നുള്ള ഒരാഗ്രഹത്തിനും അനുകൂലമായ മറുപടി കിട്ടത്തില്ല. പാതാളത്തിൽ നിന്നുള്ള ഒരു നിലവിളിക്കും, ഒരു അപേക്ഷയ്ക്കും, ഒരു പ്രാർത്ഥനയ്ക്കും, ഒരു യാതനയ്ക്കും ഒരിക്കലും പർദീസായിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ അനുകൂലമായ ഒന്ന് കിട്ടത്തില്ല. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോണം. അതിവിടെ സംഭവിച്ചല്ലോ. അടുത്തത്, ധനവാൻ മാനസാന്തരപ്പെടാത്തതിനാൽ മാത്രം പാതാളത്തിൽ അകപ്പെട്ടു എന്ന് ധനവാൻ അപ്പോൾ മനസ്സിലായി. എന്തുകൊണ്ട് അവൻ പാതാളത്തിൽ പോയി? ഒരൊറ്റ കുറവ്. കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരനോട് അന്ന് പറഞ്ഞ കണക്ക്, സകല കൽപ്പനയും ഞാൻ ചെറുപ്പം മുതൽ അനുസരിക്കുന്നവനായി, എനിക്കൊന്നിനും കുറവില്ല, പിന്നെ എന്ത് എനിക്ക് കുറവുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, മകനെ, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, പിന്നെ നീ വന്ന് എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് നീ ആഗ്രഹിച്ച നിത്യജീവൻ പൂർണ്ണമായി കിട്ടുവാൻ ഇടയാകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇവർ ഒരു കാര്യം മനസ്സിലായി: ശരിയായ മാനസം, ശരിയായ രക്ഷ, ശരിയായ വീണ്ടുചരണം, അത് ഒന്നുകൊണ്ട് മാത്രമാണ്, ഇപ്പോൾ അത് സംഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നുള്ള ആ പരമയാഥാർത്ഥ്യം അവർ മനസ്സിലായി. അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലായി: ഈ ഒരു ഒറ്റ യോഗ്യത കൊണ്ടാണ് ആരും അവിടെ ഇരിക്കുന്നത്. ഈ വിശ്വാസത്താലുള്ള മാനസാന്തരം എന്ന് പറയുന്ന ഒരു ഒറ്റ യോഗ്യത മാത്രമേ ഉള്ളൂ. അബ്രാഹാമിന്റെ മടിയിൽ ആനന്ദമുള്ള പർദീസായി വിശ്രമിപ്പാൻ ലാസറിന് ലഭിച്ചതായ അവസരം, ആ ഒരൊറ്റ യോഗ്യത. പ്രിയ ദൈവമക്കളെ, ഈ ഒരൊറ്റ യോഗ്യത മതി സ്വർഗത്തിൽ പോകാൻ. വേറെ ഒരു യോഗ്യതയും ആവശ്യമില്ല. പക്ഷെ ഇതില്ലെങ്കിൽ പോകത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ ചിന്തിച്ചതാ, ഈ ധനവാന്റെ അഡ്രസ് ദൈവം വെളിപ്പെടുത്തിയോ? എന്നാൽ മറ്റവന്റെ പേര് എന്റെ കർത്താവ് പറഞ്ഞു. അവന്റെ പടിക്കൽ ലാസർ എന്ന് പേരുള്ള ഒരുവൻ കിടന്നിരുന്നു. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇത്രത്തോളം കാര്യങ്ങൾ ധനവാന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത 11 കൂട്ടം കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു തീർന്നെന്നാ ഓർത്തത്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു തീർത്താണോ, അതേപോലെ ഞാൻ ആവർത്തിച്ചത് വെറുതെ ആയി പോയോ? ഇല്ല, ഇത്രേ പറഞ്ഞായിരുന്നു. ഇതോടുകൂടെ ആ വേദഭാഗം അവസാനിപ്പിക്കുന്നു. അവസാനമായിട്ട് ആ വേദഭാഗത്ത് നിന്ന്, ധനവാന്റെ ദാസന്റെ ജീവചരിത്രത്തിൽ നിന്ന് നമ്മളിപ്പോ എത്ര കാര്യം ചിന്തിച്ചു? ധനവാന്റെ ഗുണഗണങ്ങൾ എത്രയുണ്ട്? 11. ആ ഗുണഗണങ്ങൾ പക്ഷെ അവനെ എവിടെ കൊണ്ടെത്തിച്ചില്ല? അത് ദൈവത്തിന്റെ മുമ്പിൽ അപ്രകാരമായിരുന്നില്ല, മനുഷ്യന്റെ മുമ്പിൽ അപ്രകാരമായിരുന്നു. മതത്തിലെ പുരോഹിതന്മാരൊക്കെ അത് വെച്ച സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനത്തെ ശവസംസ്കാര ശുശ്രൂഷിക്കൽ മഹാപുരോഹിതൻ ആശംസ പറഞ്ഞ ആശീർവാദം പറഞ്ഞത് എങ്ങനെയാ? അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന ലാസറല്ല, ധനവാൻ ഇപ്പോൾ നിത്യസ്വർഗത്തിൽ ആയിരിക്കുന്നുവെന്ന് ഉറപ്പായി വിശ്വസിക്കാം നമുക്ക് എല്ലാവർക്കും. അങ്ങനെ അവൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് കരപ്പൊക്കെ അല്ലേലിയ പറയാം. എല്ലാവരും അല്ലേലിയ പറഞ്ഞു. ആശീർവാദവും പറഞ്ഞ ആ ശവസംസ്കാരം തീർന്നു പോയിട്ട് ഈ ആശീർവദിച്ച പുള്ളിയും എവിടെയാണെന്നുള്ളത് പിന്നീട് വെളിപ്പെടുത്തിയിട്ടില്ല. എന്റെ ചെറുപ്പത്തില് ഞാൻ കേട്ടു, വേദത്തിലുള്ള കാര്യം മറ്റല്ല, ഒരു പള്ളിയില് അങ്ങോട്ട് ആരാ കപ്പ്യാര് ആരാണ് ഒരാള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കപ്പ്യാരച്ചൻ ഇവിടെയാണോ കളിക്കുന്നത് എന്ന് ചോദിച്ചു. കുറെ കളിപ്പിക്കാനില്ല. അയ്യോ ഉണ്ടാവില്ല, പയ്യെ പറയണം. എൻ്റെ ആൾക്കാർ കിടപ്പുണ്ട്, നമ്മുടെ അച്ഛൻ കിടപ്പുണ്ട്. ഓഹോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെങ്ങനെ ഇവിടെ വന്നു? മറ്റേയാളെ എൻ്റെ താഴെ മെത്രാച്ചൻ എൻ്റെ താഴെ കിടപ്പുണ്ട്. ഇത് സംഭവിച്ച കാര്യം ഒന്നും ഉപമയൊന്നുമല്ല. ഇത് ഒരു ദൈവദാസൻ പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോൾ അല്പ സമുദായക്കാരെ ആക്ഷേപിച്ചു. അങ്ങ് പറഞ്ഞതാ, ആക്ഷേപിച്ചതല്ല. കപ്പ്യാരായാലും അച്ഛനായാലും ഏത് മതമേധാവിയായാലും ഏത് രാഷ്ട്ര